പ്രശസ്തമായ ചന്ദനക്കുടം മഹോത്സവം എരുമേലി മഹല്ല മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് നടന്നു. വൈകുന്നേരം 4 മണിക്ക് അമ്പലപ്പുഴ പേട്ട സംഘവും ജമാഅത്ത് പ്രതിനിധികളും മതസാമുദായിക നേതാക്കളുമായുള്ള സൗഹൃദ സമ്മേളനം നടന്നു. കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ചന്ദനക്കുടം ഘോഷയാത്രയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനവും ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫും ദേവസ്വം വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ നിർവഹിച്ചു. എരുമേലിയുടെ മതസൗഹാർദ്ദം രാജ്യത്തിനും ലോകത്തിനും മാതൃകയെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ കേരളം എല്ലാ തരത്തിലും മാതൃകയാണ് എന്ന് നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മുടെ ഏറ്റവും ഭംഗിയായി നടത്താൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കുന്നു. മണ്ഡലകാലത്തിൽ ചില പോരായ്മകളുണ്ടായി. അത് മനുഷ്യ സഹജമാണ്. അടുത്ത സീസണിൽ ഇതെല്ലാം പരിഹരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇവിടെ ഇടത്താവളം അതിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യമാണ്. പൗരാണികയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് എരുമേലിയിൽ ഒരു തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള വലിയ ഇടത്താവളം നിർമ്മാണമാണ്. നിരവധി ജനപ്രതിനിധികളും മതസാമുദായിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.